Hey everyone, welcome back to episode 2 of Matching My Face and Neck with My Body. ഈ ഒരു സീരീസിനകത്ത് മെയിനായിട്ട് വരുന്നത് എൻ്റെ ഫേസും നെക്കും എൻ്റെ ബോഡിനേക്കാളും കുറച്ച് ഡള്ളാണ്, കുറച്ച് ടാൻഡ് ആണ്. അപ്പോൾ അത് നമ്മൾ നാച്ചുറൽ റെമഡീസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോഡിയുടെ കളറിലേക്ക്, അത് ആ ഒരു സ്കിൻ ടോണിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു സീരീസാണ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനെറ്റ് വൈറലായിട്ടുള്ള എല്ലാ റെസിപ്പീസും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഹോം റെമഡീസ്, നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ആണ് ട്രൈ ചെയ്യുന്ന, കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഇന്റർനെറ്റ് വൈറലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവില്ലേ, ദോശമാവ് ഒന്നെങ്കിൽ സ്ക്രബായിട്ടല്ലേ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടാൻ റിമൂവൽ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ദോശമാവ് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത ദോശമാവാണ് ഇത്. നമുക്ക് ഫേസിലേക്ക് ഫസ്റ്റ് സ്ക്രബ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ പാക്കായിട്ട് അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളഞ്ഞ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് പാക്കായിട്ട് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ സ്ക്രബ് ചെയ്തിട്ട് കളയാൻ എന്ത് ചെയ്യണം, കൺഫ്യൂഷനായി. ഫസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം പാക്കായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന്. നല്ല തണുത്ത സാധനം. ദോശമാവായതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഫേസിൽ പാച്ച് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളാണെങ്കിൽ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ജെന്റിലായിട്ട് മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിലും നെക്കിലും. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഫേസിലുള്ള ടാന് ക്യാമറയിൽ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഫേസിലും നെക്കിലൊക്കെ ടാൻ ഉണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ സ്ക്രബ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ മാവ് മൊത്തം ഫേസിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് കഴുകിയിട്ട് നമുക്ക് നോക്കാം റിസൾട്ട്. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ചെറിയൊരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നസ് ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ പാക്ക് ഞാൻ അപ്രൂവ് ചെയ്യുന്നു. നല്ല ഒരു പാക്കാണ്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ ഈ ദോശമാവൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇഞ്ചി അല്ലെങ്കിൽ ഉലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. ഞാൻ ഉപയോഗിച്ച മാവ് ജസ്റ്റ് പ്ലെയിൻ മാവാണ്. അതിനകത്ത് അരിയും ഉഴുന്നും മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.